ഈ മിന്റുവിന് എന്തെങ്കിലും ദുരനുഭവം യാത്രകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ യാത്ര എന്നാലും മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു അനുഭവം, അങ്ങനെ ഒരു സാധനം മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. അത് നമ്മൾ ഉണ്ടാവുന്നുണ്ട്, ലൈക്ക് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ഉണ്ടായ ഒരു അനുഭവം, ലൈക്ക് അതെല്ലാം അനുഭവങ്ങളാണ്, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട ഒരു സാധനമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. എന്താണ് എന്നാലും എനിക്കുണ്ട് ദുരനുഭവങ്ങൾ. ഇതൊക്കെ യാത്രയുടെ ഭാഗമാണ്. ഇതൊക്കെ കൂടി ചേരുന്നതാണ് യാത്ര. അപ്പൊ എന്തായാലും ഞാൻ ആ ചോദ്യം ഇട്ടിരിക്കുന്നു. അപ്പൊ മിന്റു പാടുന്നോ അതോ മിനൻ പാടുന്നോ? മിനോൻ പാടുന്നു. എന്താണ് വേണ്ടത്? പ്രണയമാണോ വേണ്ടത്? ഓർമ്മപ്പാടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവനെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരേ ഒരു പാട്ടാണ്. എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോയിരിക്കുകയാണെങ്കിലൊക്കെ ഞാൻ പാടിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ കവിതയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇങ്ങനെയല്ല, പുള്ളി പാടാണ് ഇതിന് കുറെ കൂടെ ഭംഗി ഉണ്ടായിരിക്കും. അതെല്ലാവരും കേൾക്കുന്ന എല്ലാവരും അതൊന്ന് എടുത്ത് കേൾക്കാൻ സമയം കണ്ടെത്തണം. എന്നെ നീ ഓർത്തുപോം പെണ്ണേ, എന്നേക്കുമായി അകന്നാലും ചാഞ്ഞു നിൻ്റെടും കഴുത്തിൽ അവൻ മിന്നുകെട്ടുന്നൊരാ നേരം. കണ്ണടച്ചപ്പോൾ നീ നിൽക്കേ നിന്റെ കനവിൻ്റെ തിണ്ണയിലെല്ലാം ഊർന്നു വീണു തുള്ളിയിടും എത്ര കരിമണി മാലതൻ മുത്തുകൾ, എത്ര കരിമണി മാലതൻ മുത്തുകൾ. എന്നെ നീ ഓർത്തു പോം പെണ്ണേ, യാത്രയായിടുമാ വണ്ടിയിൽ അന്യനാം ഒരുവൻ്റെ ദേഹം ഒരു മുൾക്കാടു പോലുരുമ്മുമ്പോൾ. സങ്കടപ്പെട്ട വഴിയിൽ മുഖം തിരിച്ചിടും മരങ്ങൾ, പൂക്കാനറയ്ക്കുന്ന ചെടികൾ, പാടാതിരിക്കുന്ന കിളികൾ, അവരത്രമേലി പ്രേമസാക്ഷികൾ, അവരത്രമേലി പ്രേമസാക്ഷികൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വഴിയിലങ്ങോളം കിടക്കും എൻ്റെ ഹൃദയ രക്തത്തിൻ്റെ തുള്ളികൾ, കടൽ വന്നു പിഴുതു തിന്നിടും വസന്തകാലത്തിൻ തുടിപ്പുകൾ. നീ മാത്രം അതു കണ്ടുപോകും പെണ്ണെ, നീ മാത്രമാകന്തമറിയും. സാധ്യമായിട്ട് പാടിയല്ലോ, നന്നായിട്ട് പാടി. അതുകൊണ്ട് എനിക്കൊരു കാര്യം തോന്നുന്നു. എന്താണ്? ഇപ്പം ഒരു ചുമന്ന മാല തന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാനൊരു പാട്ട് പാടാം. നല്ല അത് ഞാൻ കേൾക്കാൻ വേണ്ടി കൂടിയാണ് പാടണം. ഓക്കേ, സെയിം ശ്രുതി കേട്ടോ. ചന്ദനലേപസുഗന്ധം, ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ, ചൂടിയതാരോ, കാറ്റോ കാറ്റോ കാമിനിയോ, കാമിനിയോ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. എനിക്ക് സത്യം പറയാലോ നല്ല സന്തോഷം തോന്നുന്നു. നല്ല സന്തോഷം. ഞാനിങ്ങനെ ഓക്കെ. സോ പറയാം നേടാം എന്ന ഈ പ്രോഗ്രാം ഇതിൽ വന്നതിന് രണ്ടുപേർക്കും നന്ദി പറയുന്നു. നിങ്ങൾ ആരാണ് പുലി? മിന്റു ഏത് വിഷയത്തിലാണ്? എല്ലാ വിഷയത്തിലും രണ്ടുപേരും പുലികളാണ്. രണ്ടുപേരും ഒരച്ഛന്റെ അമ്മയുടെ മക്കളായ സ്ഥിതിക്ക് രണ്ടുപേരും പുലിയാവൂല. ഒരാള് പുലിയും പൂച്ചയാവാൻ പറ്റത്തില്ലല്ലോ. ഒരു ലീം. ഓക്കെ, പുലി. ഞാൻ. ഓക്കെ, രണ്ടാമത്തെ ഞാനാണ്. ഓക്കെ. സോ മിനനും മിന്റുവും പുലികളാണ്. കാട്ടിലൊക്കെ പോണ ആളാ. ചെറിയൊരു പടക്കം കേട്ടപ്പോഴത്തേക്ക് എന്തായാലും ഈ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്.